ഞാൻ ഗണേശ അർമ്മകാലം തീയ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. തീയ മഹാസഭയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരൂഢം 2025 എന്ന പരിപാടി ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ 27 രാവിലെ 9:30 മണി മുതൽ വിദ്യാനഗർ ഉദയഗിരി ശ്രീഹരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. വടക്കൻ മലബാറിലെ ഏറ്റവും പ്രബലമായ സമുദായമായ തീയ സമുദായത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പുരോഗതിക്കും ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും നഷ്ടപ്പെട്ടുപോയ സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് തീയ മഹാസഭ. മലബാറിലെ 6 ജില്ലകൾ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിൽ ശക്തമായ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ കീഴിൽ മണ്ഡലം കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് തീയ മഹാസഭ. അപ്പൊ ഈ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇന്ത്യയിൽ ജാതി സെൻസസ് നടക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. 2026 ജാതി സെൻസസ് നടത്തുവാൻ തത്വത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തിലെ തീയല് ETV, ഈഴവാ, തീയവാ, വില്ലവ എന്ന കാറ്റഗറിയിൽ OBCയിൽ പെടുന്ന ഒരു സമുദായമാണ്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 98 ശേഷം ഈ തീയ എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന്റെ 8ാമത്തെ ഉപജാതിയായി മാറ്റപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഈ തീയ സമുദായത്തിലെ കുട്ടികൾക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾ അത് പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും 2% താഴെ മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അപ്പൊ അതിനെതിരെ തീയ മഹാസഭ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തീയരെ പ്രത്യേക സമുദായമായിട്ട് ഗവൺമെന്റ് രേഖകളിൽ രേഖപ്പെടുത്തണം എന്ന ആവശ്യവും, അതോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള സംവരണത്തിന്റെ ആനുപാതികമായ വിഹിതം തീയ സമുദായത്തിന് നൽകണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാരിനെയും, അത് മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആൾക്കാരെയും അതുപോലെ പ്രതിപക്ഷ നേതാവിനെയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയൊക്കെ ഞങ്ങൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ശ്രീ രാജഗോപാൽ MLA-യും മധുസൂദൻ MLA-യും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി വേണ്ട രീതിയിൽ പരിഗണിക്കാം, അതിനെ കുറിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ ഈ ജാതി സെൻസസ് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിനൊരു പറ്റിയ അവസരമാണ്. കാരണം ഈ തീയരെ പ്രത്യേക കോളങ്ങളിൽ രേഖപ്പെടുത്തിയ ഏകദേശം അനൌദ്യോഗികമായ കണക്കുപ്രകാരം മലബാറിൽ 60 ലക്ഷത്തോളം തീയ സമുദായ അംഗങ്ങളുണ്ട്. ഇത്രയും പ്രബലമായ ഒരു സമുദായം, ആചാരം കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടും പൈതൃകം കൊണ്ടും ഒക്കെ വലിയ പാരമ്പര്യമുള്ള കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ 24% വരുന്ന ഈഴവ തീയയുടെ പകുതി തീയയാണ്. അത് ഒരു കാറ്റഗറിയിൽ പെട്ടു എന്നതിനപ്പുറം ഈഴവനും തീയനും മറ്റു ബന്ധങ്ങളുമില്ല. പക്ഷെ അത് പറയുമ്പോൾ തെക്കൻ കേരളത്തിൽ ഈഴവനും വടക്കൻ കേരളത്തിലും തീയനും ഒന്നാണെന്നുള്ളൊരു പ്രചരണം ശക്തമാകുകയും അത് നമ്മൾ അതിന്റെ ആചാര രീതികൾ, സംസ്കാരം, നമ്മൾ കൊണ്ടുനടക്കുന്ന വൈദ്യം, അതുപോലെ സംസ്കൃതം, കളരി, പിന്നെ ഈ തെയ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. വടക്കൻ മലബാർ നമുക്കറിയാം, ഏത് സമുദായത്തിന്റെ തറവാട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ വീടുകളിലോ കാവുകളിലോ തെയ്യം കെട്ടിയാടണമെങ്കിൽ, ആ തെയ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു തീയ സമുദായത്തിലെ അംഗത്തിന്റെ കയ്യൊപ്പില്ലാതെ ഒരു തെയ്യവും വടക്കൻ മലബാറിൽ പൂർത്തിയാകുന്നില്ല. കാരണം കലശക്കാരനായിട്ടെങ്കിലും ഒരു തീയ സമുദായ അംഗമില്ലാതെ വടക്കൻ മലബാറിലെ ഒരു തെയ്യവും പൂർത്തിയാകുന്നില്ല. അപ്പൊ അങ്ങനെ വലിയ സംസ്കൃതിയുള്ള ഒരു സമുദായം. പക്ഷെ എന്തുകൊണ്ടോ അത് ഈഴവ സമുദായത്തിന്റെ ഉപജാതിയാക്കി മാറ്റപ്പെട്ടതോടുകൂടി ഈ സമുദായത്തിലെ കുട്ടികൾക്ക് ഡിഗ്രിയും PGയും കഴിഞ്ഞിട്ട് ജോലി ലഭിക്കാതെ സംവരണാനുകൂല്യങ്ങൾ കൊണ്ടൊന്നും നേടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉന്നതമായ പഠനം നടത്താൻ പറ്റാത്ത രീതിയിലുണ്ട്. അപ്പൊ അതിനൊരു മാറ്റം വരാൻ വേണ്ടി തീർച്ചയായിട്ടും ശക്തമായ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നിയമപരമായിട്ട് ഹൈക്കോടതിയിൽ ഈ വിഷയത്തിന്റെ പേരിൽ ഞങ്ങൾ റിട്ട് ഫയൽ ചെയ്യാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇനി സമയമില്ല. ഇപ്പൊ 1931 ഒക്കെയാണ് നമ്മുടെ സെൻസസ്, സമ്പൂർണ്ണ സെൻസസ് വന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പിന്നെ അതിനുശേഷം 2011 ഭാഗികമായ സെൻസസ് വന്നു. ഇനി ഒരു 50 കൊല്ലോ 100 കൊല്ലോ കഴിഞ്ഞാൽ സെൻസസ് വരാൻ പോകുന്നു.
അപ്പൊ ഈ സെൻസസ് വരുമ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ് ജാതി കോളത്തിൽ ഈഴവന്റെ കോളത്തിലേക്ക് എഴുതി ചേർക്കാൻ മലക്കൽ മലബാറിലെ തീയരെ അനുവദിക്കില്ല. അത് തീയൻ എന്ന കോളത്തിൽ തന്നെ എഴുതി ചേർക്കുന്ന സംവിധാനം ഉണ്ടാവണം എന്നാണ് തീയ മഹാസഭ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ചിന്തിക്കാൻ നിങ്ങൾ ജാതി സംഘടനകൾ ജാതി പറയുന്നു. നമ്മൾ സാമൂഹികപരമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ നിലപാടുകളോടുകൂടി ഇടപെടുന്ന സംഘടനയാണ്. ജീവകാരുണ്യ മേഖലയിലായാലും സാമൂഹിക പ്രശ്നങ്ങളിലായാലും സമുദായത്തിനപ്പുറം സമൂഹത്തെ കൂടി നല്ല രീതിയിൽ കാണുന്ന ഒരു സംഘടനയാണ് തീയ മഹാസഭ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പത്രപ്രവർത്തകരൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ ഞങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഇവിടെ പുതിയ ഇപ്പൊ ഗുജറാത്തിലൊക്കെ പട്ടേൽ സമുദായമൊക്കെ നമുക്കറിയാം പുതിയതായിട്ടുള്ള സംവരണത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുതിയതായിട്ടൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ഒബിസിയിൽ ഇപ്പോൾ ഉള്ള ആ ലിസ്റ്റിൽ തീയരെ ഇപ്പൊ കേരളത്തിൽ എത്ര തീയരുണ്ട് എന്ന് പറഞ്ഞ് ഒരു റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്ത് 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ അതിന് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ഞങ്ങളുടെ തെളിവുകളുണ്ട്. എന്തുകൊണ്ട്? അത് ഈഴവന്റെ അക്കൗണ്ടാണുള്ളത്. എത്ര ഈഴവനുണ്ടെന്ന് പറയാം. അപ്പൊ കേരളത്തിലെ ഈ വടക്കൻ മലബാറിലെ തീയരെയും ഈഴവന്റെ അക്കൗണ്ട് കെട്ടിയാണ് ഇന്ന് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് തിരിച്ചറിയണം. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് അതിൻ്റെതായ പരാതികൾ കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട്, പ്രതിപക്ഷത്തിനെയും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നിയമപരമായിട്ട് കൂടി ഞങ്ങൾ നേരിടുന്ന, അതായത് മുന്നോട്ടിറങ്ങുന്ന സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിന് അതിനൊരു പ്രാധാന്യമുണ്ട്. തീയ സമുദായങ്ങൾ ഉണർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുക എന്നാണ് തീയ മഹാസഭ മുന്നോട്ട് വെക്കുന്നത്. സമ്മേളനം നമ്മുടെ മലപ്പുറം ജില്ലയിലെ, അതായത് കാഴ്ചശക്തിയില്ലാതെ ഏകദേശം 240ഓളം ബുക്കുകൾ രചിച്ച, കേന്ദ്ര സർക്കാർ പത്മശ്രീ നൽകിയ പത്മശ്രീ ബാലൻ പൂതേരി അവരുകളാണ് ഈ തീയ മഹാസഭയുടെ ആരൂഢം 2025 ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം പ്രഥമ ആദി ദിവ്യൻ പുരസ്കാരം നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒമേഗ ഹോസ്പിറ്റൽ മംഗലാപുരത്തിന്റെ ഉടമ കൂടിയായ ഡോക്ടർ കെ മുകുന്ദ അവർക്ക് ആദ്യത്തെ പ്രഥമ ആദി ദിവ്യൻ പുരസ്കാരം ആ സമ്മേളനത്തിൽ വെച്ചിട്ട് വിതരണം ചെയ്യുന്നു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റും പെരിയ SN കോളേജിന്റെ ബഹുമാനായ ചെയർമാനുമായ ശ്രീ രാജൻ പെരിയ ഈ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയാണ്. അങ്ങനെ നിരവധി പേര് പ്രമുഖരായ വിവിധ മേഖലകളിൽ ഈ സമുദായത്തിൽ നിന്നും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഡോക്ടർമാര്, അതുപോലെ പോലീസ് ഓഫീസർമാർ, അവരെയൊക്കെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. സ്ഥാനികര്, നമ്മൾ 66 വർഷക്കാലമായി ആചാര സ്ഥാനികരായിട്ടുള്ള കൃഷ്ണൻ കാർണോർ അവരെ നമ്മളതിനകത്ത് ആദരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ്